സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹോദര്യ രാഷ്ട്രീയമാണ്. സാഹോദര്യ രാഷ്ട്രീയം അതായത് സവർണനെ നേരിടാൻ പിന്നെ അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാ കീഴാള ജാതികളുടെയും അതുപോലെ ന്യൂനപക്ഷങ്ങളുടെയും ഐക്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് സഹോദരൻ അയ്യപ്പൻ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയായിരുന്നു ആ ദിവസം സമ്മേളനം. അപ്പോൾ ആ ഒരു രാഷ്ട്രീയമാണ് വളരെ കൃത്യമായിട്ട് ഇന്ത്യക്ക് അല്ലെങ്കിൽ കേരളത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു രാഷ്ട്രീയമാണ് ശരിക്കും പറഞ്ഞാൽ ആ വേദിയിൽ ഉയർന്നു കേട്ടത്. വളരെ പ്രധാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിന്തയുടെ അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിൻ്റെ തുടക്കമായിരുന്നു ആ വേദി എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിന് വളരെ പ്രാധാന്യമുണ്ട്, ചരിത്ര പ്രാധാന്യമുള്ള ഒരു വേദി കൂടിയായിരുന്നത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല, കേരളത്തിലെ ഒരു വലിയ വിഭാഗം മതേതരവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ദാരിദ്ര്യത്തെ ഒരു പ്രധാനപ്പെട്ട മനുഷ്യരനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ദാരിദ്ര്യത്തെ മനസ്സിലാക്കുന്നു. അത് ശരിയാണത്, ദാരിദ്ര്യം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പക്ഷേ ഈ ദാരിദ്ര്യം തന്നെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പലതരം വിവേചനങ്ങളുണ്ട്. മനുഷ്യർ ഇന്ത്യയിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവേചനങ്ങളിലൊന്നാണ് മതപരമായ വിവേചനം. പിന്നെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് സർക്കാരാണ്. അപ്പോൾ ഫാസിസ്റ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ധാരാളം വിവേചനങ്ങൾ മനുഷ്യർ നേരിടുന്നുണ്ട്. ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വിവേചനങ്ങൾ നേരിടുന്നുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വിവേചനം നേരിടുന്നുണ്ട്. പല സമൂഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിൽ നിന്നും മുസ്ലിം കമ്മ്യൂണിറ്റി വിവേചനങ്ങൾ നേരിടുന്നുണ്ട്. ഈ വിവേചനങ്ങൾ നേരിടുന്നതൊന്നും ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. ഭക്ഷണമുള്ള ആളുകളും വിവേചനം നേരിടുന്നുണ്ട്, ഭക്ഷണം ഇല്ലാത്ത ആളുകളും വിവേചനം നേരിടുന്നുണ്ട്. അപ്പോൾ അതൊരു ഭക്ഷണത്തിൻ്റെ പ്രശ്നമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ കഴിയും.